പ്രൊലോഗ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. പ്രോഗ്രാമിംഗ് ഇൻ ലോജിക്കിൻ്റെ ഷോർട്ട് ഫോമാണ് പ്രൊലോഗ്. ഇൻവെൻറ്റ് ചെയ്തത് അലൈൻ കോൾമെറർ ആണ്. 1970s. അത് ഉപയോഗിക്കുന്ന സിൻടാക്സ് എന്ന് പറഞ്ഞാൽ പ്രെഡിക്കേറ്റ് ലോജിക്കിൻ്റെയാണ്. പ്രോഗ്രാമിംഗ് ഇൻ പ്രൊലോഗ് എങ്ങനെയാണ് ചെയ്യുന്നത് പറഞ്ഞാൽ ആദ്യം ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യും. ഫാക്ട്സും റൂൾസും ഉള്ള അതിലെന്തൊക്കെ കാണും? ഒബ്ജക്ട്സ്, അതിൻ്റെ പ്രോപ്പർട്ടീസ്, പിന്നെ റിലേഷൻഷിപ്പ് ടു അതർ ഒബ്ജക്ട്സ് കാണും. പിന്നെ എന്ത് ചെയ്യും? ക്വയറീസ് ക്യാൻ ബി പോസ്റ്റ് അബൌട്ട് ദ ഒബ്ജക്ട്സ് ആൻഡ് വാലിഡ് കൺക്ലൂഷൻസ് വിൽ ബി ഡിറ്റർമൈൻഡ് ആൻഡ് റിട്ടേൺ ബൈ ദ പ്രോഗ്രാം. പിന്നെ എന്ത് ചെയ്യും? ആദ്യം ഫാക്ട്സ് എൻ്റർ എന്നിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. റെസ്പോൺസസ് ടു യൂസർ ക്വയറീസ് ആർ ഡിറ്റർമൈൻഡ് ത്രൂ എ ഫോം ഓഫ് ഇൻഫറൻസിങ് കൺട്രോൾ നോൺ ആസ് റെസൊല്യൂഷൻ. ഉത്തരം കണ്ടുപിടിക്കുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഫാക്ട്സ് എങ്ങനെ എഴുതാം എന്നുള്ളത് നമുക്ക് അടുത്ത കാണാം. ഫാക്ട്സ് എങ്ങനെയാണ് എഴുതാമെന്ന് വെച്ചാൽ ആദ്യം പ്രെഡിക്കേറ്റ് എഴുതുക, എന്നിട്ട് അതിൻ്റെ ബ്രാക്കറ്റിൽ ആർഗ്യുമെൻറ്റ്സ് എഴുതുക. ഓക്കെ, അപ്പം ഉദാഹരണത്തിന് ഒരു ഫാക്റ്റ് എങ്ങനെയാണ് നിങ്ങൾ പ്രൊലോഗിൽ എഴുതാൻ പറഞ്ഞാൽ സു ഈസ് സിസ്റ്റർ ഓഫ് ബിൽ എന്ന് നിങ്ങൾ പ്രൊലോഗിൽ എഴുതണമെങ്കിൽ അവിടുത്തെ പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സിസ്റ്റർ അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം സിസ്റ്റർ എന്നുള്ള എഴുതും, എന്നിട്ട് ബ്രാക്കറ്റിൽ എന്ത് എഴുതും? സു എന്ന് എഴുതും, എന്നിട്ടൊരു കോമ ബിൽ. അപ്പോൾ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ സു ഈസ് സിസ്റ്റർ ഓഫ് ബിൽ എന്നാണ്. ഓക്കെ, ബിൽ ഈസ് സിസ്റ്റർ ഓഫ് സു എന്നല്ല, സു ഈസ് സിസ്റ്റർ ഓഫ് ബിൽ എന്നാണ്. അപ്പോൾ സിസ്റ്റർ കഴിഞ്ഞ് ആദ്യം എഴുതേണ്ടതാണ് സു എഴുതിയിട്ട് കോമ എഴുതിയിട്ട് ബില്ല് എഴുതും. അടുത്ത റൂൾസ് എങ്ങനെയാണ് ഫാക്ട്സ് എഴുതുന്നത്. ഇനി റൂൾസ് എങ്ങനെയാണ് എഴുതുന്നത്? റൂൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇഫ് കണ്ടീഷനാണ് റൂൾസ് എന്ന് പറഞ്ഞ് എഴുതുക. അതിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു റൂൾ എഴുതിക്കുന്നത് ഗ്രാൻഡ് ഫാദർ ബ്രാക്കറ്റിൽ എക്സ് കോമ ഇസഡ്, പിന്നെ കണ്ടോ രണ്ട് കുത്ത് ഒരു വര, ആ ഒരു റെപ്രസെൻറ്റേഷൻ എഴുതിയിട്ടാണ് അടുത്ത കണ്ടീഷൻ എഴുതുന്നത്. അപ്പോൾ എന്താണ്? പാരൻറ്റ് എക്സ് വൈ, പാരൻറ്റ് കോമ ഉണ്ട്, ഓരോ കണ്ടീഷനും കഴിഞ്ഞ് പാരൻറ്റ് വൈ ഇസഡ്, അത് കഴിഞ്ഞൊരു കോമ ഉണ്ട്, മെയിൻ എക്സ് എന്ന് പറഞ്ഞതിൻ്റെ മീനിങ് എന്താണ്? ഫോർ ഓൾ എക്സ് വൈ ഇസഡ് എക്സ് ഈസ്, നമുക്കറിയാം ഇപ്പം എങ്ങനെ എക്സ് ഈസ് ഗ്രാൻഡ് ഫാദർ ഓഫ് ഇസഡ് എന്നാണ് വായിക്കുന്നത്. ഗ്രാൻഡ് ഫാദറിൻ്റെ ബ്രാക്കറ്റിൽ എക്സ് ഇസഡ് എഴുതുക. ഇനി അടുത്ത നമുക്ക് എന്ത് വായിക്കാം? എന്തൊക്കെയാണ് കണ്ടീഷൻ ഗ്രാൻഡ് ഫാദർ ആവണമെങ്കിൽ? എക്സ് ഈസ് പാരൻറ്റ് ഓഫ് വൈ, വൈ ഈസ് പാരൻറ്റ് ഓഫ് ഇസഡ് ആൻഡ് എക്സ് ഈസ് മെയിൽ. അത് മൂന്ന് കണ്ടീഷനാണ്, അതുകൊണ്ടാണ് എന്ത് കോമയിട്ട് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സെപ്പറേറ്റ് കണ്ടീഷൻസ് ഇൻ റൂൾസ് ആർ സെപ്പറേറ്റഡ് ബൈ കോമാസ്. കോമാസ് ആക്ട്സ് ആസ് കൺജങ്ഷൻ, അല്ലെങ്കിൽ ആൻഡ് ഓപ്പറേറ്റർ പോലെ ആക്ട് ചെയ്യും കോമാസ്. അടുത്ത മൂന്നാമത്തെ കാര്യം, അപ്പോൾ നമ്മൾ ഫാക്റ്റ് എങ്ങനെ എഴുതണമെന്ന് പറഞ്ഞു, റൂൾസ് എങ്ങനെ എഴുതണമെന്ന് പറഞ്ഞു. അടുത്ത നമ്മളൊക്കെ എന്ത് എഴുതാം? ക്വയറീസ് എഴുതാം. ക്വയറീസ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത്? ഒരു ക്വസ്റ്റ്യൻ്റെ സിമ്പൽ ഇടുക, ഒരു ചെറിയ ഹൈഫൻ ഇടുക, എന്നിട്ട് എന്ത് ചെയ്യണം? മുകളിലത്തെ കണ്ടീഷൻ പാരൻറ്റ് ബ്രാക്കറ്റിൽ എക്സ് കോമ സാം എന്ന് എഴുതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സ് ഈക്വൽ ടു ആൻ എന്ന് കിട്ടി. അത് കാരണം നമ്മൾ നേരത്തെ ഞാൻ ഇതിൽ എക്സാമ്പിൾ എഴുതിയിട്ടില്ലെങ്കിലും ഇവിടെ കണ്ടോ എക്സാമ്പിളിൽ ടെക്സ്റ്റിൽ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫാക്റ്റ് കൊടുത്തിട്ട് പാരൻറ്റ് കോമ ആൻ സാം എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻ ഈസ് പാരൻറ്റ് ഓഫ് സാം എന്ന് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ക്വറി ആയിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് പാരൻറ്റ് എക്സ് ബ്രാക്കറ്റിനകത്ത് എക്സ് ആണ്. അപ്പോൾ എക്സ് ഈസ് പാരൻറ്റ് ഓഫ് സാം എന്നാണ്. അപ്പോൾ എക്സ് നമ്മൾ നേരത്തെ എൻ്റർ ചെയ്തിട്ടുണ്ട്, എന്താണ്? ആൻ ആണ്. അപ്പോൾ നമുക്ക് ഉത്തരം എന്ത് കിട്ടും? എക്സ് ഈസ് ഈക്വൽ ടു ആൻ എന്ന് കിട്ടും. ഇനി രണ്ടാമത് നമ്മൾ കൊടുത്തിരിക്കുന്നത് മെയിൽ ജോ, ക്വസ്റ്റ്യൻ മാർക്കിട്ട് മെയിൽ ജോ. അപ്പോൾ നമ്മൾ നേരത്തെ എൻ്റർ ചെയ്തിട്ടുണ്ട് ജോ ഇസ് മെയിൽ എന്ന്. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? എസ് എന്ന് ഉത്തരം കിട്ടും. ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ട് അതേ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അതേ റൂൾ അല്ലെങ്കിൽ അതേ ഫാക്റ്റ് കൊടുക്കുക, ഫാക്റ്റ് കൊടുക്കുകയാണെങ്കിൽ. അടുത്തതുപോലെയാണ് നമ്മൾ നേരത്തെ എൻ്റർ ചെയ്തിട്ടുണ്ട് ഗ്രാൻഡ് ഫാദർ എന്ന് എഴുതിയിട്ട് ജോ സാം. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? നമുക്ക് എക്സ് ഈസ് ജോ എന്നും വൈ സാം എന്നും കിട്ടും. ഇനി അടുത്തത് നമ്മൾ അടുത്തൊരു ക്വറി കൊടുക്കുകയാണ്. ക്വറി എടുത്തിട്ട് എന്തായിട്ട് ചോദിക്കുകയാണ് ഫീമെയിൽ ജോ ഫീമെയിലാണോ? അപ്പോൾ എന്ത് കിട്ടും? നോ എന്ന് കിട്ടും. കാര്യം നമ്മൾ ഓൾറെഡി എൻ്റർ ചെയ്തിട്ടുണ്ട് എന്താണ്? ജോ എന്ന് പറയുന്നത് മെയിലാണ്. ഓക്കെ, ഇങ്ങനെയാണ് ക്വറി എഴുതുന്നത്. നമുക്കിതിൽ നിന്ന് മനസ്സിലാവും ക്വറിക്ക് ഉത്തരം കിട്ടുന്നത് എങ്ങനെയാണ്. റെസ്പോൺസ് ടു ക്വറീസ് ആർ ഗിവൺ ബൈ റിട്ടേണിങ് വാല്യൂസ് വിത്ത് എ വേരിയബിൾ, ഒരു വേരിയബിളായിട്ട് കൊടുക്കുക എന്നുള്ള വേണ്ട. ആൻ എന്ന് പറഞ്ഞൊരു ഒരു വേരിയബിൾ, ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ അങ്ങനെ എന്തെങ്കിലും വരുന്ന ഇതായിട്ട് കൊടുക്കാം. പിന്നെ എന്തായിട്ട് കൊടുക്കാം? ഒരു യെസ് ഓർ നോ ഉത്തരങ്ങളായിട്ട് കൊടുക്കും. പൊതുവേ വേരിയബിളോ യെസ് ഓർ നോ ആണ് ക്വറിയുടെ ഉത്തരമായിട്ട് കിട്ടുക. അടുത്ത് എഴുതുന്നത് ലിസ്റ്റ് എങ്ങനെ എഴുതും? പ്രൊലോഗിൽ നമ്മൾ ലിസ്റ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ലിസ്റ്റ് എങ്ങനെ എഴുതുമെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പോൾ പ്രൊലോഗിലാണെങ്കിൽ എങ്ങനെയാണ് എഴുതുന്നത്? സീക്വൻസ് ഓഫ് ഐറ്റംസ് ഇൻ സ്ക്വയർ ബ്രാക്കറ്റ് സെപ്പറേറ്റഡ് ബൈ കോമാസ്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ക്ലാസ്സിലുള്ള സ്റ്റുഡൻസിൻ്റെ പേര് എഴുതണം. അപ്പോൾ ആര്യ, ഗംഗ, ദൃശ്യ എന്നൊക്കെ പറഞ്ഞ് എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം? സ്ക്വയർ ബ്രാക്കറ്റ് ഇടണം, എന്നിട്ട് ആര്യ കോമ ദൃശ്യ കോമ ഗംഗ എന്ന് എഴുതണം. അപ്പോൾ ലിസ്റ്റായി. ഓക്കെ, ലിസ്റ്റ് ഓഫ് ഐറ്റംസ് എഴുതാനാണ് ലിസ്റ്റ് ഉപയോഗിക്കുന്നത്. ഇനി ലിസ്റ്റിൽ നമുക്ക് എന്തായിട്ട് കരുതാം? ഒരു ഹെഡും ടെയിലും ഉള്ള ഒരു സാധനമായിട്ട് കണക്കാക്കാം. നമ്മൾ CAR CDRൻ്റെ കാര്യം ഞാൻ ലിസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അറിഞ്ഞൂടാത്തവർ ആ വീഡിയോ പോയി കാണുക. അല്ലെങ്കിൽ ആകെ മനസ്സിലാക്കേണ്ടത് ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് എലമെൻറ്റ് ഓഫ് ദ ലിസ്റ്റിനെയാണ് നമ്മൾ ഹെഡ് എന്ന് പറയുന്നത്. ഹെഡ് ഒഴിച്ച് ബാക്കിയെല്ലാം എന്താണ്? ടെയിലാണ്.
ഇനി അതൊന്നും പ്രത്യേകിച്ച് സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിലാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ കണ്ടോ ലിസ്റ്റ് നമ്മൾ പറയാണ്. മുകളിലത്തെ ലിസ്റ്റ് ടോം, സ്യൂ, ജോ, മേരി, ബിൽ ഒരു ലിസ്റ്റാണ്. അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് ഏതാ? ടോം. അപ്പോൾ അതിനെയാണ് ഹെഡ് എന്ന് പറയുന്നത്. ഹെഡ് ഒഴിച്ച് ബാക്കി എല്ലാ എലമെൻറ്റ്സിനെയും നമ്മൾ എന്ത് പറയും? ടെയിൽ എന്ന് പറയും. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് സബ് ലിസ്റ്റ് കിട്ടി, ഒരു കുഞ്ഞ് ലിസ്റ്റ് തന്നെ കിട്ടി. ഹെഡ് ഒഴിച്ച് ടോം ഒഴിച്ച് ബാക്കി അവരിൽ ആരൊക്കെയുണ്ട്? സൂ ഉണ്ട്, ജോ ഉണ്ട്, മേരി ഉണ്ട്, ബില്ലുണ്ട്. അപ്പോൾ അത് 4 കൂടെ ഒന്നിച്ച് എഴുതി ടെയിൽ എന്ന് പറഞ്ഞു. ഇനി നമ്മൾ അതൊരു സബ് ലിസ്റ്റ് അല്ലേ, അപ്പോൾ അതിന് വേണമെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഹെഡ് എഴുതാം. അപ്പോൾ സൂ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് എലമെൻറ്റ്, അപ്പോൾ അതാണ് അവിടുത്തെ ഹെഡ്. ജോ, മേരി, ബിൽ എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ ടെയിൽ. ഇനി അടുത്ത നമ്മൾ വീണ്ടും ഒരു സബ് ലിസ്റ്റ് എഴുതി ജോ, മേരി, ബിൽ. അപ്പോൾ അതിൻ്റെ ഹെഡ് എന്താണ്? ജോ എന്ന് പറയുന്നത്. ടെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മേരിയും ബില്ലും. അപ്പോൾ നമുക്ക് പിന്നെയും ഒരു ലിസ്റ്റ് കിട്ടും. ആ ലിസ്റ്റിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് എന്താണ്? മേരിയാണ്. അതിൻ്റെ ടെയിൽ എന്ന് പറയുന്നത് ബില്ല്. ഉണ്ടോ? അതാണ് ഇങ്ങനെ ഒരു ട്രീ പോലെ റെപ്രസെൻറ്റേഷൻ. അപ്പം നമുക്ക് പറയാം ലിസ്റ്റ് ഇൻ പ്രൊലോഗ് ഹാസ് എ ബൈനറി ട്രീ റെപ്രസെൻറ്റേഷൻ. ഓക്കെ, നമ്മൾ കോൺസെപ്റ്റ്സ് ലിസ്റ്റിൽ കണക്റ്റഡ് ആണെന്ന് പറയുന്നത് പോലെ ലിസ്റ്റ് ഇൻ പ്രൊലോഗിൻ്റെ എന്ത് റെപ്രസെൻറ്റേഷൻ ഉണ്ട്? ബൈനറി ട്രീ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഹെഡും ടെയിലും അല്ലാതെ ഡിഫൈൻ ചെയ്യാം. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു വെർട്ടിക്കൽ ബാർ നൊട്ടേഷൻ ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ ABCD എന്നുള്ള ലിസ്റ്റ് നമുക്ക് വേറെ ഏതൊക്കെ തരത്തിൽ എഴുതാം? A കഴിഞ്ഞൊരു വെർട്ടിക്കൽ ബാർ ഇട്ടാൽ എന്താണ് മീനിങ്? A എന്ന് പറയുന്ന ഹെഡും ബാക്കിയെല്ലാം ടെയിലുമാണ്. ഇനി Aയും Bയും കഴിഞ്ഞൊരു വെർട്ടിക്കൽ ബാർ ഇട്ടാൽ മീനിങ് എന്താണ്? AB എന്ന് പറയുന്നത് ഹെഡും CD എന്ന് പറയുന്നത് ടെയിലുമാണ്. അടുത്ത ABCD കഴിഞ്ഞൊരു വെർട്ടിക്കൽ ബാർ ഇട്ടാലോ? ABCD ആ ലിസ്റ്റിൻ്റെ ഹെഡാണ്. ഓക്കെ, അങ്ങനെ ക്വസ്റ്റ്യനായിട്ട് നമ്മൾ ഒരു ക്വറി ആയിട്ട് ചോദിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും? ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് ഹെഡ് വെർട്ടിക്കൽ ബാർ ടെയിൽ എന്ന് എഴുതും. എന്നിട്ട് ഈക്വൽ ടു ടോം, സ്യൂ, ജോ, മേരി എന്ന് ചോദിക്കുക. അപ്പോൾ കമ്പ്യൂട്ടർ എന്ത് റിട്ടേൺ ചെയ്യും? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലിസ്റ്റിൻ്റെ ഹെഡാണ് റിട്ടേൺ ചെയ്യാൻ. അപ്പോൾ എന്ത് റിട്ടേൺ? ഹെഡ് എന്ന് പറയുന്നത് ടോമാണ്, ടെയിൽ എന്ന് പറയുന്നത് സ്യൂ, ജോ, മേരി ആണെന്ന് റിട്ടേൺ ചെയ്യും. അതുപോലെ ലിസ്റ്റ് മാനിപ്പുലേഷൻ പ്രെഡിക്കേറ്റ്സ് നമ്മൾ ലിസ്റ്റിൽ പഠിച്ചതുപോലെ തന്നെയാണ് അപ്പൻഡ്, മെമ്പർ, കോങ്, ആഡ്, ഡിലീറ്റ്. ഇത് അതിൽ ലിസ്റ്റിലുള്ള എല്ലാ ഫംഗ്ഷനും മിക്കവാറും എന്തിലും ഉണ്ട്? പ്രൊലോഗിലും ഉണ്ട്. ലിസ്പ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് നേരത്തെ നോട്ട്സ് ഒക്കെ ഇട്ടാൽ അതിൽ നോക്കിയാൽ മതി. അതുപോലെ തന്നെ ന്യൂമറിക് ഫംഗ്ഷൻസ്, റിലേഷൻസ്, ലിസ്റ്റ് ഹാൻഡിങ് കേപ്പബിലിറ്റീസും ഏതാണ്ട് ലിസ്പിലെ പോലെ തന്നെ ഉണ്ട്. ഓക്കെ, ഇത്രയാണ് പ്രൊലോഗിൻ്റെ ബേസിക്സ് എന്ന് പറഞ്ഞാൽ. എളുപ്പമാണ്, എല്ലാവരും പഠിക്കണം. സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും മിക്കവാറും ചോദിക്കുന്നത്. ഇനി ഒരു പ്രോഗ്രാമും കൂടെ ഞാനൊരു വീഡിയോ ആയിട്ടിടാം.